now happy to announce that there will be no income tax payable up to income of 12 lakh rupees. I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. Cancer centers in all district hospitals. Makhana Board in Bihar. Center of Excellence in AI for Education. Now a Center of Excellence in Artificial Intelligence for Education. Support to states for infrastructure. An outlay of 1.5 lakh crore is proposed for the 50-year interest-free loans. ये हर भारतीय के सपनों को पूरा करने वाला बजट. പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേയറ്റം നിരാശാജനകമാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ സന്ദർശിച്ചതാണ് വയനാട്, മുടിക്കയിലും അതുപോലെ തന്നെ ഈ ചൂരൽമല പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. സ്വാഭാവികമായും എന്തെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് 2025 ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ആദായ നികുതിയിൽ കൊണ്ടുവന്ന വലിയ മാറ്റം കേന്ദ്ര ഖജനാവിൽ നേരിട്ടുണ്ടാക്കുന്ന നഷ്ടം ഏതാണ്ട് 2 ലക്ഷം കോടിയായിരിക്കും. എന്നാൽ നികുതി ഭാരം കുറയുന്നതോടെ ഉപഭോഗം വർദ്ധിക്കുമെന്നും വിപണി ഉയരുമെന്നും ഖജനാവിലേക്ക് പരോക്ഷമായി നികുതി പണം എത്തുമെന്നും ഉപഭോക്തൃ വാണിജ്യ ബന്ധം സന്തുലിതമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ധനമന്ത്രി പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയതെന്നാണ് പൊതുവിലയിരുത്തൽ. മധ്യവർഗത്തിന്റെ മാത്രം ഉന്നമനത്തിനായുള്ള ബജറ്റെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ലാക്കാക്കിയുള്ള ബജറ്റെന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന കേരളത്തിന്റെ 24,000 കോടി എന്ന ആവശ്യം തള്ളിയെന്നു മാത്രമല്ല, അർഹമായ പരിഗണന പോലും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല. മുണ്ടക്കൈ ചൂരൽമല സഹായ പദ്ധതി പോലും പ്രഖ്യാപിക്കാത്തത് അത്യന്തം ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യ. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും ഉൾപ്പെടെ ഇന്നത്തെ പ്രധാന വാർത്തകളും സംഭവവികാസങ്ങളും വളരെ വിശദമായി പരിശോധിക്കാം. ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രൈം ടൈം തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശ് സഹാറൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ തോർത്തുമുരുക്കിയാണ് മുഖീം അഹമ്മദിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ കൃത്യം നടത്തിയത് എങ്ങനെ, ഇവരുടെ പങ്കാളിത്തം, അവരത് നടപ്പിലാക്കിയ രീതി, പോലീസ് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്ത് സുർജിത്ത്? ഇന്നലെ രാത്രിയിലാണ് വയനാട് വെള്ളമുണ്ടയിൽ നിന്ന് ഈ അരുംകൊലയുടെ വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ കൊല്ലപ്പെട്ട മുഖീം അഹമ്മദും ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ ആരിഫ് മുഹമ്മദും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ച് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അതായത് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പെയിന്റിംഗ് ജോലി ഒരുമിച്ച് ചെയ്തിരുന്ന ആളുകളാണ്. 10 വർഷമായി ഇവർ പല ഘട്ടങ്ങളിലായി ഇവിടെയുണ്ട്. സഹാറൻപൂർ, അതായത് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ സ്വദേശികളാണ് ഇവർ. ഇതിനുശേഷം ഈ 7 മാസം മുമ്പാണ് ഭാര്യയുമായി വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സിൽ ആരിഫ് താമസം തുടങ്ങുന്നത്. ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു മുഖീം എന്ന് പറയുന്ന അയാൾ. അതിലെ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ ഭാര്യയുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നുള്ള തരത്തിലാണ് ആ ഒരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് മുഖീമിനെ ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. ഇയാൾ വിളിച്ചു വരുത്തിയ ശേഷം ഭാര്യയും ഈ ഭാര്യയായിട്ടുള്ള സൈനബും ഒപ്പം തന്നെ ഈ മുഖീമും സംസാരിച്ചിരിക്കുമ്പോൾ പിറകിലൂടെ എത്തി ഈ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഇയാൾ ഈ മൃതദേഹം അറുക്കാൻ തുടങ്ങുന്നത്. അതായത് വിവിധ കഷ്ണങ്ങളാക്കുകയായിരുന്നു. ഇതിനായി പുതിയൊരു കത്തിയും വാങ്ങിയിരുന്നു. ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഭാര്യ സൈനബാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കൊലയ്ക്ക് ശേഷം മൃതദേഹം മാലിന്യം എന്നുള്ള നിലയിൽ 2 ബാഗുകളിലാക്കി
മനസ്സിലാക്കി ഇത് നേരെ കൊണ്ടുപോകുന്നത് അടുത്ത ഒരു പ്രദേശത്തേക്കാണ്. ക്വാർട്ടേഴ്സിന്റെ 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്തേക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മാലിന്യം എന്നുള്ള നിലയിൽ ഇത് 2 മേഖലകളിലേക്കായി വലിച്ചെറിഞ്ഞു. അതായത് ഈ പാലത്തിനടുത്ത് തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ വിവരം ഓട്ടോ ഉടമയോട് അറിയിക്കുന്നത്. ഇത് അനുസരിച്ച് വെള്ളമുണ്ട സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇതിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഴുതടച്ച അന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. തൊണ്ടർനാട് പോലീസും വെള്ളമുണ്ട പോലീസും സംയുക്തമായാണ് കേസ് അന്വേഷിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അരും കൊലയാണ് നടന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് ഇവർ ആസൂത്രണം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത വരുത്തുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങൾ തേടാൻ പോകുന്നതിന് നമ്മൾ അത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർക്ക് യുവാക്കളുടെ മർദ്ദനം. സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾക്കിടയിലാണ് സംഭവമുണ്ടായത്. യുവാക്കളെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളും ഒരു പ്രതികരണവും കാണാം. ദൈവത്തിന്റെ ഞങ്ങളുടെ ആനുവൽ ഡേ ആയിരുന്നു ഇന്ന്, വാർഷികാഘോഷം സ്കൂളിൻ്റെ. അപ്പം വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ വൈൻഡപ്പാണ്. വൈൻഡപ്പിൻ്റെ സമയത്ത് കുറച്ച് അതിൻ്റെ ഒരു കുട്ടിക്കലാശം ഉണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് ഡാൻസും പാട്ടൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇവർ രാവിലെ മുളിച്ചുകൊണ്ട് പല സമയങ്ങളിലായിട്ട് വന്നുകൊടുക്കും. ഇപ്പോൾ കുട്ടികൾക്ക് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ 3-4 കുട്ടികളെ ഞങ്ങൾ നിരീക്ഷണത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വൈകുന്നേരം വന്ന് കുറേ മദ്യവും ഡ്രഗ്സൊക്കെ അടിച്ച് ഫുൾ ഡൗൺ ആണ് അവർ. സെക്യൂരിറ്റി പറഞ്ഞ് കയറാൻ പറ്റില്ലാന്ന്, ഹോളിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാൻ നോക്കി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലാന്നപ്പോൾ ഇങ്ങനെ അടിച്ച് വിട്ടു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയെത്തുന്ന പിടിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചറിഞ്ഞു. അതാ സംഭവം ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? സ്കൂൾ അധികൃതർ അത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇവർ മദ്യത്തിൻ്റെയോ മറ്റെന്തെങ്കിലുമൊക്കെയോ ലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ആ ജീവനക്കാർ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ്? തുടർ നടപടി? രജിത്ത്, കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം. അവർ പറയുന്ന അനുസരിച്ച് തന്നെ സ്കൂളിൽ നിന്ന് വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു യുവാവ് ഉൾപ്പെടെ 2 പേർ ഈ സ്കൂളിലേക്ക് എത്തുന്നത്. ഇവർ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കയറുന്നു. തുടർന്ന് ഈ ഡാൻസ് നടക്കുന്ന ഹാളിലേക്ക് കയറാൻ ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രൻ ഇവരെ തടയുന്നത്. അതിന് പിന്നാലെ ഈ ചന്ദ്രനെ ഈ 2 യുവാക്കളും ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനത്തിൽ ഈ ചന്ദ്രൻ നിലത്ത് വീഴുകയും ചെയ്തു. പിന്നാലെയാണ് PTA പ്രസിഡന്റായിട്ടുള്ള CK വിജയനും ഒപ്പം തന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള രഞ്ജുവും ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവരെ 2 പേരെയും യുവാക്കൾ മർദ്ദിക്കുകയായിരുന്നു. പിന്നാലെ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്നാണ് 2 യുവാക്കളെയും തടഞ്ഞു വെച്ചത്. തുടർന്ന് കസബ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. പരിക്കേറ്റ 3 പേരും ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർ പറയുന്ന അനുസരിച്ച് തന്നെ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മദ്യലഹരിയിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് നിലവിലെ നിഗമനം. അതിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ ബജറ്റിനെ പിന്തുണച്ചും ബജറ്റിൽ കാര്യമായ പരിഗണന കേരളത്തിന് ഉൾപ്പെടെ കിട്ടിയില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടുമൊക്കെയുള്ള പ്രതികരണങ്ങളാണ്. ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. അത് ഓരോന്നും വായിക്കുന്നില്ല. ടാക്സുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കണം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ മുഴുവൻ നമ്മൾ കണ്ടത് ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. മറ്റ് വാർത്തകൾ അതുകൂടി അറിയിക്കണം എന്നുള്ള കാര്യം ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് വാർത്തകൾക്കൊപ്പം തന്നെ മറ്റു വാർത്തകൾക്കും സമാനമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. കമൻറ്റുകൾ നമുക്ക് സമയത്തിനനുസരിച്ച് വഴിയെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താനാകാതെ പോലീസ്. അമ്മ ശ്രീധുവിനോടുള്ള ഹരികുമാറിന്റെ വിരോധമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ. ശ്രീധുവുമായി സാമ്പത്തിക
ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീതു. പല ഘട്ടങ്ങളിലായി ജോത്സ്യൻ പ്രദീപിന് നേരിട്ട് പണം നൽകിയെന്നാണ് മൊഴി. ഇതിൽ വ്യക്തത വരുത്താനാണ് പ്രദീപിനെ വീണ്ടും ചോദ്യം ചെയ്തത്. എന്നാൽ ശ്രീതുവിനെ ഇതുവരെ ഫോണിൽ വിളിച്ചിട്ടില്ലെന്നും 7 മാസങ്ങൾക്ക് മുമ്പാണ് ഇവരെ അവസാനമായി കണ്ടതെന്നും പ്രദീപ് പറയുന്നു. ഹരികുമാർ തൻ്റെ സഹായിയായി കോവിഡ് കാലത്ത് ജോലി ചെയ്തിരുന്നു. പണം എണ്ണാൻ പോലും അറിയാത്ത പ്രദീപിൻ്റെ ശമ്പളം വാങ്ങുന്നത് സഹോദരിയും അമ്മയുമാണ്. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും പ്രദീപ് ആരോപിച്ചു. 1% പോലും അവർ പറഞ്ഞ ആ ആരോപണത്തിൽ കഴമ്പില്ല. ഇതാരോ ഈ കുട്ടിയെ കൊണ്ട്, ഈ സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കാം. ഏതോ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ എന്നോട് വളരെ ഭവ്യതയെ മാത്രമേ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിക്കണം, ഇത്ര രൂപ തരണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഹരാസ് ചെയ്യാമെന്ന് ഒരു വിചാരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. കൊല നടന്ന വീട്ടിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. ശ്രീതുവുമായി പരിചയമുള്ള ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീതുവിനോട് ഹരികുമാറിനുള്ള പ്രത്യേക താല്പര്യം എതിർത്തതാണ് കൊലപാതക കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഹരികുമാറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. ആ കൊടും ക്രൂരതയുടെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അതിലെ ദുരൂഹത നീക്കാൻ, അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ അമ്മ ശ്രീതുവിൻ്റെ, ഹരികുമാറിൻ്റെ, അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിന്ന ആ പൂജാരിയുടെ, ഇവരുടെയൊക്കെ ഫോൺ രേഖകൾ പരിശോധിക്കുന്ന, അവരുടെ സന്ദേശങ്ങൾ വീണ്ടെടുക്കുന്ന നടപടിയിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ എന്തിനാണ് ഈ ക്രൂരമായ കൊലപാതകം, 2.5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്, അതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചൊരു ഉത്തരം കിട്ടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നത്തെ വാർത്താ ദിനം പുലർന്നത് വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയോട് കൂടിയാണ്. അത് ആലപ്പുഴ മാന്നാർ ചെന്നിത്തലയിൽ നിന്നായിരുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ മകൻ തീകൊളുത്തിക്കൊന്നു എന്നായിരുന്നു ആ വാർത്ത. 92 വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിക്കുമാണ് ദാരുണാന്ത്യമുണ്ടായത്. സ്വത്ത് എഴുതി നൽകാത്തതിൻ്റെ പകയാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് മകൻ വിജയന്റെ കുറ്റസമ്മതം. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് അയൽവാസികൾ കാണുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. അപ്പോഴേക്കും രാഘവനും ഭാരതിയും പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. വെളുപ്പിനെ ആയപ്പോൾ ഭയങ്കര വെട്ടം വന്നു ജനലുകളുടെ ഗ്ലാസ്സിനകത്ത്. ആ വെട്ടം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഇറങ്ങി നോക്കി വന്നാൽ ഭയങ്കര തീ ആളിക്കത്തുക. അത് കെടുത്താൻ ഒരു നിവർത്തിയില്ല. ഞാൻ അലർക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അല്ലാതെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിൻഷീറ്റിനാൽ മറച്ച 2 മുറി മാത്രമുള്ള ചെറിയ വീടും കത്തിയമർന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന മകൻ 60 വയസ്സുള്ള വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന വിജയൻ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. കൊലക്കുറ്റത്തിനാണ് വിജയനെതിരെ പോലീസ് കേസെടുത്തത്. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാളുടെ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം നാളെ നടക്കും. 24 ആലപ്പുഴ. അത് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കിയ ഒരു വാർത്തയാണ്. സ്വന്തം മകനാണ് സ്വത്തിൻ്റെ പേരിൽ, സ്വത്ത് എഴുതി നൽകാത്തതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും തീ കൊളുത്തിക്കൊല്ലുന്നത്. ആ വീടിന് തന്നെ തീയിട്ട്, മുഴുവനായി തീയിട്ട് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ, ആദ്യഘട്ടത്തിൽ ഈ പ്രതി അത് നിഷേധിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇയാളാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലീസിനും കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച പോക്സോ അതിജീവിതയായ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി അനൂപിനെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കഴുത്തിൽ ഷോൾ കുരുക്കിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിദാരുണം, അതിക്രൂരം. 19-കാരിയുടെ മരണത്തെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല. സ്വന്തം ജീവനെപ്പോലെ വിശ്വസിച്ച ആൺ സുഹൃത്താണ് 19-കാരിയെ മരണത്തിലേക്ക് നയിച്ചത്. ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ. ലൈംഗിക അതിക്രമത്തിനും ശ്രമം നടന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് വൈദ്യസഹായവും പ്രതി അനൂപ് നിഷേധിച്ചു. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി കൂടുതലായിട്ടും കുറച്ചും കൂടി കാര്യമായിട്ട് ലാബ് റിസൾട്ടും കൂടി കൂട്ടിയിട്ട് ബാക്കി അന്വേഷണം.
ശനിയാഴ്ചയാണ് അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഞായറാഴ്ച രാത്രി ഇയാൾ വീണ്ടും പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തെത്തി. വീട്ടിൽ ലൈറ്റ് കണ്ടതിനാൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട 2 സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. അനൂപിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന് വേണ്ടിയാണ് ആ പെൺകുട്ടി നിരന്തരം അമ്മയോട് കലഹിച്ചിരുന്നത്. ഒടുവിൽ അയാൾ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചവളെ മരണത്തിലേക്ക് തള്ളിയിട്ടു. അനൂപിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേളയുടെ സമയത്ത് കമന്റ് ബോക്സിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്, അത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ക്രൈം വാർത്തകൾ കൂടുതലായി നമ്മുടെ ന്യൂസ് ചാനലുകളിൽ ഇടം പിടിക്കുന്നുണ്ട്. വലിയൊരു ഭാഗം സമയം അതിനുവേണ്ടി ന്യൂസ് ചാനലുകൾ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യം, അത്രയും ഗുരുതരമായ ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രേക്ഷകർ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്ത വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പ്രേക്ഷകർ ഓർത്താൽ അത് മനസ്സിലാവും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 2.5 വയസ്സുകാരിയെ കിണറ്റിൽ ജീവനോടുകൂടി എറിഞ്ഞു കൊല്ലുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഉറപ്പായും അത് വാർത്തകളിൽ ഇടം പിടിക്കും. മറ്റൊന്ന്, ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്ന വാർത്തയാണ്. ഒരു മകനാണ് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും തീ കൊളുത്തി കൊല്ലുന്നത്. ഉറപ്പായും അത് പ്രേക്ഷകർ അറിയേണ്ട, വലിയ പ്രാധാന്യത്തിൽ തന്നെ അറിയേണ്ട വാർത്തയാണ്. ഈ ചോറ്റാനിക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നടന്ന ക്രൂരമർദ്ദനം, പിന്നീട് മരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം, റാഗിംഗ് പരാതിയുമായി ബന്ധപ്പെട്ടൊരു വിദ്യാർത്ഥിക്ക് ജീവനൊടുക്കേണ്ട സാഹചര്യം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് സ്വാഭാവികമായും പ്രേക്ഷകരോട് പറയുന്നു എന്ന് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. മുനമ്പം ഭൂമി തർക്കത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിയമപ്രകാരമാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പ്രതികരണം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസ് പരിഗണിച്ച കോടതി എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്ന് ചോദിച്ചു. എന്നാൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ പരിശോധനാ വിഷയമെന്നും സംസ്ഥാന സർക്കാർ. ഇതിന് പിന്നാലെയാണ് കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കമ്മീഷൻ എൻക്വയറി ആക്ട് അനുസരിച്ചാണ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഉടനടി തന്നെ ഗവൺമെന്റ് ഈ പ്രശ്നം ഇതെല്ലാം പരിശോധിച്ച് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരണം. കാരണം ഞങ്ങൾ കോടതിയുടെ ഉത്തരവാദിത്തത്തോടുകൂടി ജഡ്ജി പുറപ്പെടുവിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭൂമി വാങ്ങിച്ചത്. അപ്പൊ ഗവൺമെന്റാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. ഫെബ്രുവരി അവസാനത്തോടെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ. 24 കൊച്ചി. ഇനി നമുക്ക് ബജറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ആദായ നികുതി പരിധി ഉയർത്തി. കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വമ്പൻ പ്രഖ്യാപനം. വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. 2 പുതിയ സ്ലാബുകൾ കൂടി ഉൾപ്പെടുത്തിയതിനൊപ്പം അടുത്ത ആഴ്ച സമഗ്ര പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആദായ നികുതി ബിൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. I reaffirm the commitment of the tax department to trust first, scrutinize later. I also propose to introduce the new income tax bill next week. രാജ്യത്ത് നികുതി പരിഷ്കാരങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗമാണെന്ന വിമർശനം മറികടക്കാൻ ഇത്തവണ തീരുമാനിച്ചുറച്ചു തന്നെയായിരുന്നു ധനമന്ത്രി എത്തിയത്. പരിഷ്കരിച്ച നികുതി ബിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കും. നികുതിദായകരുടെ സൗകര്യം മാത്രം ലക്ഷ്യമിട്ട് ലളിതമായൊരു നികുതി നിയമമായിരിക്കും അതെന്നും ധനമന്ത്രി പറഞ്ഞു. വ്യക്തിഗത ആദായ നികുതി ഘടനയിലേക്ക് വന്നാൽ മധ്യവർഗത്തെ ഹാപ്പിയാക്കാനായി 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. ശമ്പള വരുമാനക്കാരാണെങ്കിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേർത്ത് 12.75 ലക്ഷം രൂപ വരെ നികുതി ഒഴിവ് ലഭിക്കും. പുതിയ നികുതി ഘടനയിൽ ഒരു സ്ലാബ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുക്കിയ സ്ലാബുകളും നിരക്കുകളും ഇങ്ങനെ. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. എന്നാൽ പഴയ നികുതി സംവിധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും മൂലധന വരുമാനത്തിനും ഇത് ബാധകമല്ല.
മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷമാക്കി ഉയർത്തി. വാടക ഇനത്തിലുള്ള നികുതി ഇളവിന്റെ വാർഷിക പരിധി 2.40 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയാക്കി. കൂടുതൽ പേരെ നികുതി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി റിട്ടേണുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി 2-ൽ നിന്ന് 4 വർഷമാക്കിയിട്ടുണ്ട്. ആദായ നികുതി ഇനത്തിൽ എത്ര തുക ലാഭിക്കാമെന്ന് ഉദാഹരണ സഹിതം ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കിയിട്ടുണ്ട്. 12,100,000 രൂപ വരുമാനമുള്ളയാൾ ആ അധിക 100 രൂപയ്ക്കായി വൻ തുക നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഉപഭോഗം വർദ്ധിപ്പിച്ച് വളർച്ച കൂട്ടാനുള്ള ഞെട്ടിക്കുന്ന ഇളവുകളിലൂടെ പ്രത്യക്ഷ നികുതി ഇനത്തിൽ 1 ലക്ഷം കോടിയും പരോക്ഷ നികുതി ഇനത്തിൽ 2,600 കോടിയും സർക്കാരിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. ബിസിനസ് ഡെസ്ക് 24. വലിയ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പ്രത്യേക സഹായം വേണം എന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ബജറ്റിൽ അത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. വയനാടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. മറ്റൊന്ന് വിഴിഞ്ഞമായിരുന്നു. വിഴിഞ്ഞം വികസനം, എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പരാമർശം പോലും ഇല്ലാത്തതും കേരളത്തെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ബജറ്റിനെ വിമർശിച്ച് രംഗത്തെത്തി. സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ 24,000 കോടിയുടെ പാക്കേജ്. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. അതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജിലേക്ക് കേരളം സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുമില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പാക്കേജ്, എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നേട്ടമാകില്ലെന്നും വിലയിരുത്തൽ. വിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം നേരത്തെ നടപ്പാക്കിയതാണ്. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വിഴിഞ്ഞം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്. അതിനകത്തൊന്നും പറഞ്ഞില്ല. ഇതിങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് കേരളം നേടിയ പുരോഗതി മുൻനിർത്തി ശിക്ഷിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുയർത്തി. നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ഏക ആശ്വാസം. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതുമാത്രമല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള മറ്റൊരു തുറന്ന പോരിനുകൂടിയാണ് ബജറ്റിലൂടെ കളമൊരുങ്ങുന്നത്. R. അച്യുതൻ, 24, ഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത, അത് പ്രേക്ഷകരെ അറിയിക്കാം. അത് D-സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് SFI നേതൃത്വം. പോലീസിനെതിരെയാണ് ആ പരാതി. പോലീസ് KSUവിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, പോലീസ് ഏകപക്ഷീയമായി ഇടപെട്ടു എന്ന വിമർശനം SFI ഉയർത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SFI നേതൃത്വം മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ആദായ നികുതിയിലെ ഇളവ് മാറ്റി നിർത്തിയാൽ കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലില്ല. ടൂറിസം മേഖലയിൽ 50 പുതിയ പദ്ധതികൾ തുടങ്ങും. AI അധിഷ്ഠിത പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. Kisan credit cards, term loans for 7.7 crore farmers, fishermen and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വമ്പൻ പദ്ധതികളില്ല. കാർഷികോൽപാദനം കൂട്ടുന്നതിനും മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിനും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി. Prime Minister Dhan Dhanya Krishi Yojana, developing agri districts program. Motivated by the success of the aspirational district program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. 100 ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക ഉൽപാദനം ത്വരിതപ്പെടുത്തും. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ തുടങ്ങുമെന്നതാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനം. Cancer centers in all district hospitals.
our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. ഒരു വർഷത്തിനുള്ളിൽ 10,000 മെഡിക്കൽ സീറ്റുകൾ കൂട്ടും. 8 കോടി കുഞ്ഞുങ്ങൾക്കായി പോഷകാഹാരത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി. ഗ്രാമീണ വിദ്യാലയങ്ങളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്താൻ രാജ്യത്തെ സ്കൂളുകളിൽ അഡൽട്ട് ടിങ്കറിംഗ് ലബോറട്ടറീസ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 500 കോടി രൂപ വകയിരുത്തി. 100 കോടി ചെലവിൽ AI-ക്കായി മികവിന്റെ 5 കേന്ദ്രങ്ങളും സ്ഥാപിക്കും. പ്രതിരോധ മേഖലയ്ക്കാണ് കൂടുതൽ നീക്കിയിരിപ്പ്. 4,90,000 കോടി. കാർഷിക മേഖലയ്ക്ക് 1,71,000 കോടി. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,28,000 കോടി. ആരോഗ്യ മേഖലയ്ക്ക് 98,000 കോടി രൂപയും വകയിരുത്തി. 24 ഡൽഹി. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബീഹാറിന് ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങളുണ്ട്. കാർഷിക ഭക്ഷ്യ മേഖലകളിൽ ബീഹാറിന് മാത്രമായി പ്രത്യേകം പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആദായ നികുതി ഇളവ് അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലെത്തുന്ന ഡൽഹിയെയും സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട് ബീഹാറിന് മാത്രം കേന്ദ്ര ബജറ്റിൽ കൈയയച്ച് സഹായം? ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണമെന്ന് രാഷ്ട്രീയ ഉത്തരം. താമരക്കുരു കൃഷി പ്രോത്സാഹിപ്പിക്കാനായി കർഷകർക്കായി മഖാന ബോർഡ് ആരംഭിക്കുമെന്നതായിരുന്നു ബീഹാറിനായി ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം. For this, there is a special opportunity for the people of Bihar. A Makaana board will be established in the state to improve production, processing, value addition and marketing of Makaana. പട്ന വിമാനത്താവളം നവീകരിക്കുന്നതിനായി പ്രത്യേക വിഹിതം. ബീഹാറിലെ മിഥിലാഞ്ചൽ കനാൽ പദ്ധതി. IIT പട്ന വിപുലീകരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി. ഇങ്ങനെ നീളുന്നു ബജറ്റിലെ ബീഹാർ പട്ടിക. മാത്രമല്ല, മിഥില മേഖലയിലെ മധുബനി കലാശൈലിയിലുള്ള സാരിയുടുത്ത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതും ശ്രദ്ധേയം. അടുത്ത ആഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിക്കായി പ്രത്യേകം പദ്ധതികളില്ല. എങ്കിലും ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് മധ്യവർഗ കുടുംബങ്ങളും സർക്കാർ ജീവനക്കാരും ഏറെയുള്ള ഡൽഹിയെ സ്വാധീനിക്കും. ബജറ്റ് അവതരിപ്പിക്കാൻ മധുബനി സാരി ധരിച്ചെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആ കലയെ മാത്രമല്ല ബീഹാറിനെയും ബജറ്റിൽ ചേർത്തു നിർത്തിയിരുന്നു. വിനീത വിജി, 24 ഡൽഹി. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാങ്കിങ്ങിനെ തുടർന്ന് 15-കാരൻ മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവം അത് പ്രേക്ഷകർക്കറിയാം. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പ്രാഥമിക പരിശോധന നടത്തി. കേസിൽ വിശദമായ മൊഴി നൽകാൻ വിദ്യാർത്ഥിയുടെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പുതല അന്വേഷണം. സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കും. 2 ദിവസത്തിനകം റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കും. മിഹിർ അഹമ്മദിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട SFI ഗ്ലോബൽ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നിലവിൽ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവവും കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. മിഹിറിന്റെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന് കുടുംബം വ്യക്തമാക്കി. 24 കൊച്ചി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി എടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ശ്രീധു പണം തട്ടിയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയേണ്ടതുണ്ട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേളയ്ക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇനി തേടുന്നത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന്
നൽകാമെന്ന് പറഞ്ഞ് ശ്രീതു പണം തട്ടിയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൊലപാതകത്തിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, കൊടും ക്രൂരകൃത്യത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നതിനിടയിൽ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോലീസ്, അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന മൊഴി എന്താണ്? ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ശ്രീതു പണം തട്ടി എന്ന ഈ മൊഴിയുടെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? പോലീസ് നീക്കം എങ്ങനെയാണ് ഷഫീദ്? റിജിത്ത്, ഈ കേസിൽ ഈ 2.5 വയസ്സുകളുടെ കൊലപാതക സംഭവത്തിൽ അമ്മാവനെ പ്രതി ചേർത്ത് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം അമ്മാവന്റെ മാനസികാസ്വാസ്ഥ്യം അടക്കമുള്ള കാര്യങ്ങൾ, അത് കൊലപാതകത്തിന്റെ കറക്റ്റ് മോട്ടീവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇപ്പോഴും സംശയത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ഉച്ചവരെ പോലീസിന്റെ നീക്കം ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ശ്രീതുവുമായി ബന്ധമുണ്ടായിരുന്ന ആ പൂജാരിയെ കേന്ദ്രീകരിച്ച്, ജ്യോതിഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണെങ്കിൽ ഇപ്പോൾ പോലീസ് അതിന്റെ അന്വേഷണത്തിന്റെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ മാതാവ് ശ്രീതുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ. ഈ പ്രദേശത്തെ ഒരു സ്കൂളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീതുവിന് പണം നൽകിയെന്നുള്ളതാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴി. ശ്രീതു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്താണ് ഈ പണം തട്ടിയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പണം നഷ്ടമായെന്നുള്ള വിവരം കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് അതിന്റെ ചുരുളഴിക്കട്ടെ, അന്വേഷണം നടക്കുന്നുണ്ട്. ഷഫീദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും വീണ്ടും ആശുപത്രി മാലിന്യവുമായി തമിഴ്നാട്ടിലേക്ക് എത്തിയ ലോറി പിടികൂടി. തിരുപ്പൂർ പല്ലടത്ത് വെച്ച് നാട്ടുകാരാണ് ലോറി പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് പല്ലടത്തെ ഗോഡൌണിലേക്ക് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ എത്തിച്ച ലോറിയാണ് നാട്ടുകാർ തടഞ്ഞത്. പല്ലടം സ്വദേശി പൊന്നുസ്വാമിയുടെ ഗോഡൌണിലേക്കാണ് ലോറി വന്നത്. പൊന്നുസ്വാമിയുമായി ഉണ്ടാക്കിയ കരാറിന്മേൽ കഴിഞ്ഞ 6 മാസമായി ഇവിടെ കേരളത്തിൽ നിന്നുള്ള മാലിന്യം എത്തിക്കുന്നുണ്ട്. മാലിന്യം രാത്രി കത്തിക്കാറാണ് പതിവ്. പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ. എനിക്ക് വേണ്ടാണ്ട് இன்னைக்கு കേരള അങ്കടമില്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ വേസ്റ്റ് പോടുക നമ്മൾ ഒട്ടിരിക്കறோங்க. ലോറിയിലുണ്ടായിരുന്ന 3 പേരെയും നാട്ടുകാർ പോലീസിന് കൈമാറി. തമിഴ്നാട് സ്വദേശിയും മലയാളികളും ഇക്കൂട്ടത്തിലുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേരത്തെ തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിൽ കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയതിൽ സംസ്ഥാനം പഴികേൽക്കുന്നതിനിടയിലാണ് നാണക്കേടുണ്ടാക്കുന്ന പുതിയ സംഭവം. 24 ചെന്നൈ. ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പറയാം. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് ചേർത്തുള്ള നമ്മുടെ വാർത്താപ്പകൽ എന്ന സെഗ്മെന്റിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കാണാം വാർത്താപ്പകൽ. BDJS NDA വിടില്ല, BJPയുമായി ഭിന്നതയില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയം നേതൃക്യാമ്പിൽ NDAക്കെതിരെ പ്രമേയം പാസാക്കിയെന്ന വാർത്തകൾ തള്ളി. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയെ BDJS പിന്തുണയ്ക്കുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി. സംസ്ഥാനത്തെ ലോൺ ആപ്പ് തട്ടിപ്പിന്റെ സൂത്രധാരൻ സിംഗപ്പൂർ പൗരൻ K മുസ്തഫ കമാൽ എന്ന നിഗമനത്തിൽ ഇടി. ഇരകളിൽ നിന്ന് തട്ടിയെടുത്ത പണം ഷെൽ കമ്പനികൾ മുഖേന സിംഗപ്പൂരിൽ എത്തിയതായി കണ്ടെത്തി. ഒറ്റപ്പാലം ചുനങ്ങാട് പെട്രോൾ ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കോട്ടയം തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ സംഘർഷം. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വിശ്വാസികൾ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്ക്. സംഘർഷത്തെ തുടർന്ന് പള്ളി പൂട്ടി. തൃശൂർ പാലപ്പിള്ളി എച്ചിപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപ് ഇതേ വീടിന് പിന്നിലെ തൊഴുത്ത് ആനകൾ തകർത്തിരുന്നു. കാസർഗോഡ് അടൂരിൽ പുലി കിണറിൽ വീണ് ചത്തു. ദേലമ്പാടി പഞ്ചായത്തിലെ തലപ്പച്ചേരി മോഹനയുടെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് ചത്തപുലിയെ കണ്ടെത്തിയത്. ദയാവധത്തിൽ നയം നടപ്പാക്കി കർണാടക സർക്കാർ. രോഗമുക്തി ഉണ്ടാകില്ലെന്നുറപ്പുള്ള രോഗികൾക്ക് ദയാവധത്തിനായി കോടതിയിൽ അനുമതി തേടാം. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി പോരാടിയ സാക്കിയ ജാഫ്രി അന്തരിച്ചു. അന്ത്യം 86 വയസ്സിൽ. ഭർത്താവും കോൺഗ്രസ് എംപിയുമായ എക്സാൻ ജാഫ്രിയുടെ ജീവനെടുത്ത ഗുൽബർഗ് കൂട്ടക്കൊലയുടെ ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത് സാക്കിയയുടെ നിയമപോരാട്ടം.
ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 4ാം ഘട്ട ബന്ദി കൈമാറ്റം. 3 ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. ഇസ്രായേൽ ജയിലിലുള്ള 180 പലസ്തീൻ തടവുകാരെ പകരമായി വിട്ടയക്കും. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ചുമത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവ. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് അവിടെയുള്ള ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സാജനെ ഹൈദരാബാദിൽ നിന്ന് പിടികൂടിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയ കാര്യം പ്രേക്ഷകർക്കറിയാം. കൊല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ച സാജനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിൽ ഒടുവിലായി വരുന്ന അപ്ഡേറ്റ്. ഇനി നമ്മൾ വാൽകഷ്ണത്തിലേക്ക് കടക്കുകയാണ്. കാണാം വാൽകഷ്ണം. എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ സംഘടനയുള്ളപ്പോൾ മെൻസ് അസോസിയേഷന് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നും പുരുഷ കമ്മീഷൻ വേണം എന്നുമൊക്കെയാണ് രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്. മെൻസ് അസോസിയേഷന്റെ സംഘടനകൾ എന്തെല്ലാം? കാണാം MFസിൽ തയ്യാറാക്കിയ വാൽകഷ്ണം. സംഘടനകളെ കൊണ്ട് കൂട്ടിമുട്ടിയിട്ട് ഇതിലെ നടക്കാൻ പറ്റണില്ല. അപ്പൊ അതൊരു നിലവിളി കേൾക്കണം. ഇവിടെ ആണുങ്ങളാരുമില്ല. ഇത് കേട്ട ഉടനെ 1-2 ആണുങ്ങൾ ചാടിയിറങ്ങി. ഇവിടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി മെൻസ് കമ്മീഷൻ വരണമെന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. വേദിയാന്തരം കയറി പറഞ്ഞിട്ടും ആരും അതിക്കൊരു ചെവി കൊടുത്തില്ല. ആണുങ്ങളെ സ്വാതന്ത്ര്യത്തിന് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇവർ പഠിച്ചത്. അല്ല, ഇതിപ്പോ എന്താ സംഭവം? കാലത്തിന്റെ ചുവരെഴുത്താണ്. ചുമരെഴുത്ത് നടത്തിക്കോളി, പക്ഷെ ഈ ഗാന്ധിജിനെ ഇതിക്ക് വലിച്ചിടുന്നത് എന്തിനാന്നാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ ആരാണ് ഇങ്ങനെ വീഡിയോ പകർത്തിയത്? എന്താ നല്ലത് പകർത്തിയാ പോരെ, എന്തിനാ ഈ ചീത്ത മാത്രം പകർത്തുന്നത്? അതെ, അതിന്റെ കാര്യങ്ങളാണ് ഈ കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ മെൻസ് അസോസിയേഷൻ പോരാടാൻ തീരുമാനിച്ചു. സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. മെൻസ് അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീ വിരുദ്ധരല്ലാത്ത വനിതകളെ ആവശ്യമുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, ഇതെന്താണെന്ന് ഒരു 2 വാക്ക് സംസാരിച്ചാല് ഈ കണ്ടു നിൽക്കണ ഞങ്ങൾക്ക് മനസ്സിലാക്കായിരുന്നു. രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല. അല്ല, നിങ്ങള് അഭിനയിക്കണ ആളല്ലേ? ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അഭിനയിക്കണതിന്റെ ഇടക്ക് സമയം കിട്ടുമ്പോ മെൻസ് അസോസിയേഷന്റെ പരിപാടിയിലും പങ്കെടുക്കും. അല്ല, ഇതിപ്പോ എന്തിനാണ് ഈ ആലോചിക്കുന്നത്? മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. ഇതൊക്കെ പറയാനും ചെയ്യാനും ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ച് ഇത് കുറച്ച് കൂടി പോയിട്ടോ. ഇത് ഈ നിലപാടെടുക്കുന്നത് കുറെ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ല, എന്താ ഇപ്പൊ ഇതിന്റെ ഒരു ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. ജനങ്ങൾ അറിയണതെല്ലാം എന്തൊക്കെ കണ്ടാലാണ് ജനങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു കിട്ടുക. കഴിഞ്ഞ 2-3 ദിവസം ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞ് വലിയ വൈറലായി എന്ന് പറഞ്ഞു. ജനങ്ങൾ അറിയണുണ്ട്. നിങ്ങൾ 1-2 ദിവസം മുന്നേ പറഞ്ഞ കാര്യങ്ങളും അറിഞ്ഞിക്കണം. പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാണ് നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. ഒരൊറ്റ പുരുഷന്മാരെ പുറത്ത് കാണുന്നില്ല. എല്ലാരും വീട്ടിന്റെ അകത്ത് ഇങ്ങനെ തളച്ചിട്ടുകയാണ്. പോരട്ടെ, അടുത്ത പോയിന്റ് പോരട്ടെ. കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. നല്ല മുന്നേറ്റം. ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഇല്ല. വന്നാലും പങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ ഇതിന്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ഞാനിനി എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ മെൻസ് അസോസിയേഷന്റെ കൂടെ നിന്നാൽ ആര് എന്ത് പറഞ്ഞാലും പേടിയില്ലാത്ത, സ്ത്രീവിരുദ്ധ അല്ലാത്ത വനിതയുടെ സപ്പോർട്ടുമായി മെൻസ് അസോസിയേഷൻ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. മെൻസ് അസോസിയേഷന്റെ പോരാട്ടങ്ങൾ കാത്തിരുന്ന് കാണാം. വാൽകഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.